10 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഇരിക്കൂർ കുഞ്ഞാമിന കൊലക്കേസ് പ്രതികൾ പിടിയിലായി. ന്യൂഡൽഹി സ്വദേശികളായ പർവീൺ ബാനു, മകൾ സക്കീന ഫാത്തിമ എന്നിവരെ മധ്യപ്രദേശിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് പിടികൂടിയത്. കേരളം വിട്ട് വിവിധ സംസ്ഥാനങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞ ഇവരെ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പോലീസ് കണ്ടെത്തിയത്. കുഞ്ഞാമിന കൊലക്കേസ് പരിശോധിക്കാം. ഇരിക്കൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട സിദ്ദിഖ് നഗർ എന്ന സ്ഥലത്ത് താമസിക്കുകയായിരുന്ന മെരഡൻ കുഞ്ഞാമിന എന്ന 60-കാരിയാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത്. സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യാനായിരുന്നു ഈ അതിക്രൂര കൊലപാതകം. ന്യൂഡൽഹി നാംഗ്ലോയ് സ്വദേശി പർവീൺ ബാനു എന്ന 55-കാരി, മകൾ സക്കീന ഫാത്തിമ എന്ന 32-കാരി എന്നിവരായിരുന്നു കൃത്യത്തിന് പിന്നിൽ. 2016 ഏപ്രിൽ 30-നാണ് സംഭവം. ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ മകൻ ഉമ്മർ വീട്ടിൽ ഉമ്മ കുഞ്ഞാമിനെ കണ്ടില്ല. തുടർന്ന് സമീപവാസികളുടെ സഹായത്തോടെ നടത്തിയ തെരച്ചിലിൽ ക്വാർട്ടേഴ്സിനുള്ളിൽ കണ്ടെത്തിയത് ഉമ്മയുടെ മൃതദേഹം. വയറിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി 19 കുറ്റനിലയിലായിരുന്നു മൃതദേഹം. മാലയും കമ്മലും ഉൾപ്പെടെ കുഞ്ഞാമിന ധരിച്ചിരുന്ന 10 പവനോളം സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. ഇവരുടെ ക്വാർട്ടേഴ്സിൽ 1 മാസം മുൻപ് വാടകയ്ക്ക് താമസിക്കാനെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികളായ 3 സംഘം സംഭവ ദിവസം രാവിലെ ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞ് പോയിരുന്നു. പ്രതികൾ വസ്ത്രവ്യാപാരികൾ എന്ന് പറഞ്ഞാണ് ഇവിടെ എത്തിയതും കുഞ്ഞാമിനയുമായി സൗഹൃദത്തിലായതും. അതിനാൽ തുടക്കം മുതൽക്കേ പോലീസ് അന്വേഷണം ഇവരെ കേന്ദ്രീകരിച്ചാണ് പുരോഗമിച്ചത്. പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകം നടന്നത് രാവിലെ 8-നും 9:30-നും ഇടയിലാണെന്ന് കൂടി സ്ഥിരീകരണം വന്നതോടെ പോലീസിന് വ്യക്തത ലഭിച്ചു. കൃത്യത്തിനു ശേഷം സംഘം മഹാരാഷ്ട്രയിലേക്കാണ് പോയതെന്ന് മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും വ്യക്തമായി. ആന്ധ്രാപ്രദേശിലെ ഓങ്കോൾ പോലീസ് സ്റ്റേഷനിൽ സമാന കുറ്റകൃത്യം നടത്തിയ ശേഷം പ്രതികൾ അവിടെ നിന്നും ജാമ്യത്തിലിറങ്ങി മുങ്ങിയാണ് കേരളത്തിലെത്തിയത്. ഈ കേസിൽ പിടികൂടാതിരിക്കാൻ പ്രതികൾ സർവ്വവിധ മുൻകരുതലുകളും എടുത്തിരുന്നു. വ്യാജരേഖകൾ നൽകിയാണ് പ്രതികൾ ക്വാർട്ടേഴ്സിൽ വാടകയ്ക്കെടുത്തത്. സംഭവത്തിന് മുൻപ് തന്നെ ഫോൺ വിൽപ്പന നടത്തി. കർണാടക സ്വദേശിയായ ഒരാൾക്ക് സൗജന്യമായി വസ്ത്രം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് സിം കാർഡുകൾ സംഘടിപ്പിച്ചു. ഒരു സ്ഥലത്തും സ്ഥിരമായി താമസിക്കാത്തതും ഇവരുടെ രീതിയായിരുന്നു. നേരത്തെ സൗമ്യ, രംഗംവാല, ഫരീദ, സുധ, സമീറ തുടങ്ങിയ വ്യാജ പേരുകളിലാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം, ഗുജറാത്തി, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങിയ 7 ഭാഷകളും ഇവർക്കറിയാം. 2016 രജിസ്റ്റർ ചെയ്ത കേസ് 2024 അന്തർ സംസ്ഥാന ബന്ധമുള്ള പ്രതികളെ പിടികൂടാൻ വേണ്ടിയിട്ട് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. കണ്ണൂരിനെ കൂടാതെ കേരളത്തിലെ കാസർഗോഡ്, വയനാട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം എന്നീ ജില്ലകളിലും തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലും മാറി മാറി താമസിച്ചാണ് ഇവർ വന്നിരുന്നത്. ഡൽഹിയിൽ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് സംഘത്തിനൊപ്പം പ്രവർത്തിക്കുന്നതിനിടെ പ്രതികളെ അന്വേഷിച്ച് പോലീസ് എത്തി. എന്നാൽ ഇവർ മധ്യപ്രദേശിലെ ഉജ്ജയിനിലേക്ക് കടന്നു. ഡൽഹിയിൽ നിന്ന് ലഭിച്ച ഒരു സിം കാർഡാണ് പിന്നീട് പ്രതികളിലേക്ക് എത്തിച്ചത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. അതിവിദഗ്ധമായി നടത്തിയ അന്വേഷണത്തിന് മധ്യപ്രദേശ് പോലീസിന് സഹായവും ലഭിച്ചു. പർവീൺ ബാബുവിന്റെ മകനും കേസിൽ പ്രതിയാണ്. എന്നാൽ ഇയാളെ പിടികൂടാനായിട്ടില്ല. ഇയാൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.